ഞങ്ങളിത് സംസ്ഥാന തലത്തിൽ ഇതിലൊരു സ്റ്റാറ്റ്യൂട്ടറി അംഗീകാരം, കാരണം നമ്മുടെ ഗവൺമെൻറ് ഫോഴ്സുകളായിട്ടുള്ള പോലീസോ അല്ലെങ്കിൽ ഫയർഫോഴ്സോ എന്നതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എല്ലാ പ്രാദേശിക പ്രത്യേകതകളും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ഈ ടീം റെസ്ക്യൂ ഫോഴ്സ് പോലുള്ള സംഘടനകൾക്ക് കഴിയും. അത് വളരെ പ്രാധാന്യമുണ്ട്. അതിനെ ഗവൺമെൻറ് തലത്തിൽ എങ്ങനെ ഒരു അംഗീകാരം വാങ്ങിക്കൊടുക്കാം എന്ന് തീർച്ചയായും എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരിശ്രമം ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ടുന്ന എക്യുപ്മെൻറ്റ്സ്, ആധുനിക എക്യുപ്മെൻറ്റ്സുകൾ നമുക്ക് പെട്ടെന്നൊരു അപകടം വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് എരുമേലിയിൽ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ അവിടെ ഒരു അപകടം ഉണ്ടായ ശേഷം 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒരു ക്രെയിൻ കൊണ്ടുവന്ന് ഒരു വണ്ടി ഉയർത്താൻ വേണ്ടി. അപ്പോൾ അവിടെ ഏറ്റവും വലിയ പരാതി കഴിഞ്ഞ 3 ദിവസം മുമ്പ് എരുമേലിയുടെ വികസനം സംബന്ധിച്ചും ശബരിമല ദർശനത്തിനെ സംബന്ധിച്ചും കെ.എം. മുരളീധരൻ ദേവസ്വം മന്ത്രി വിളിച്ച മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്, പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന മെക്കാനിസം, മെഷീനറികൾ ഉണ്ടാവണം. അപ്പം നിങ്ങൾ സ്വയം ആർജിച്ച് സന്നദ്ധ സംഘടനകൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് ഉള്ള എക്യുപ്മെൻറ്റ്സാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ, നിങ്ങളൊക്കെ പലരും വിദേശ രാജ്യത്ത് ഇഷ്ടം പോലെ പോയിട്ടുള്ളതാണ്, ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളാണ്. വിത്തിൻ സെക്കൻഡ് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ പൂർത്തീകരിക്കാൻ പറ്റും. അപ്പം നമ്മൾ പുറത്ത് രാജ്യത്ത് ഒരു ആക്സിഡൻറ്റ്, ഒരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ മെഡിക്കൽ ടീം അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ വരും. അതിനോടൊപ്പം പോലീസ് ഫോഴ്സ്, ഫയർഫോഴ്സ്, അതോടൊപ്പം എയർഫോഴ്സിൻ്റെ ആവശ്യമുണ്ട്, എയർലിഫ്റ്റ് ചെയ്യാനുള്ള എയർഫോഴ്സിൻ്റെ. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പല ജീവനുകളും രക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അതുകൂടാതെ നമ്മുടെ ഇവിടെ ഈ വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ, കഴിഞ്ഞ ദിവസം എരുമേലിയിൽ 5 പേര് വെള്ളത്തിലിറങ്ങി, അതിൻ്റെ 2 പേര് മരിച്ചുപോയി. ഞാൻ ഇടയ്ക്കിന് പോയതാണ്, അവർ പാറക്കുളത്തിൽ ഇറങ്ങിയ പിള്ളേരെ. അപ്പം പലപ്പോഴും അവർ സമയത്ത് ആളുകൾ എത്തിച്ചേർന്നാൽ ഇത് അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇവിടെയുള്ളൊരു ഗുണം, പ്രാദേശികമായിട്ട് ഈ ടീമിന് പെട്ടെന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും മറ്റ് പോലീസോ ഫയർഫോഴ്സോ. അതുകൊണ്ട് തീർച്ചയായും ഇവരുടെ ഈ പ്രവർത്തനത്തെ ഞാൻ 100% അഭിനന്ദിക്കുന്നു. അതിനുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞാൻ പറയാൻ